3 ഹലോ ഗായ്സ്, വെൽക്കം ബാക്ക് ടു അനദർ വീഡിയോ. അപ്പോൾ ഇന്ന് ഞാനും മുബീനയും കൂടി വീട്ടിൽ വെറുതെ ഇരുന്നപ്പോഴത്തേക്ക് ഞങ്ങൾ ഇവിടോട്ടൊന്ന് വരാമെന്ന് വിചാരിച്ച്. ഈ പൂവിൻ്റെ പേരെന്താ? ഡാഫോഡിൽസ്. അപ്പോൾ ഇവിടെ ഇങ്ങനെ ഡാഫോഡിൽസ് ഒക്കെ പൂത്ത് ഭയങ്കര ഭംഗിയായിട്ട് നിൽക്കുവാണ്. അപ്പോൾ ഞങ്ങൾ ഓർത്ത് ഇന്നത്തെ വീഡിയോ ഇവിടെ വന്ന് എടുക്കാമെന്ന്. പക്ഷേ ബാക്ക്ഗ്രൗണ്ട് ഭയങ്കര നോയ്സ് ആയതുകൊണ്ട് ഞങ്ങൾ ഉടനെ ലൊക്കേഷൻ ചേഞ്ച് ചെയ്യും. നല്ല ഭംഗിയില്ലേ കാണാനായിട്ട്? ഒന്ന് മാറാവോ നിങ്ങളെയല്ല? താങ്ക് യു. ഓക്കെ, അപ്പോൾ നമുക്ക് അടുത്തൊരു ലൊക്കേഷൻ കണ്ടുപിടിച്ച് കണ്ടിന്യൂ ചെയ്യാം. സോ ഗൈസ്, അപ്പം ഈ പഞ്ചായത്ത് മൊത്തം കറങ്ങി ഞങ്ങളൊരു അടിപൊളി സ്പോട്ടിൽ എത്തിയിട്ടുണ്ട്. എവിടെ മുബി? സൗത്ത് പാർക്ക്. മുബീനെയാണ് ഈ സ്ഥലം എനിക്ക് എൻ്റെ ഫ്രണ്ട് റെക്കമെൻഡ് ചെയ്തത്. അതെ, ഞാനിവിടെ വന്നിട്ട് ഇതുവരെ ഇവിടെ വന്നിട്ടില്ല. ബേക്കിൽ ഇതേ കുളമൊക്കെ ഉണ്ട്, പിന്നെ സൈഡ് കുറച്ച് ഭയങ്കര എന്താ ഗ്രീനറി സീനറി, കാറ്റും നല്ല അടിപൊളി സ്ഥലം. അപ്പം ഞങ്ങൾ ഓർത്ത് ഇവിടെ ഇരുന്ന് വീഡിയോ ചെയ്യാമെന്ന്. അപ്പം ഇവിടെ വന്നിട്ട് ഞാൻ ഒത്തിരി നാളായി ഇപ്പോൾ ലോങ് വീഡിയോ ചെയ്തിട്ട്. സംഭവം മെയിനായിട്ടും എന്താ ചെയ്യാൻ പറ്റാത്ത മടിയാണ്. കാരണം രാവിലെ എണീറ്റ് ഒരുങ്ങി കെട്ടി ഇരുന്ന് എടുക്കണമല്ലോ എന്നുള്ള മടി. അപ്പം ഞങ്ങൾ ഇന്നത്തെ വീഡിയോ എന്ന് പറയുമ്പോഴത്തേക്കും ഞാൻ ഒത്തിരി പേര് ചോദിച്ചായിരുന്നു, പ്രോസസ്സിങ് വരെ ഉള്ള വീഡിയോ അല്ലേ ഇട്ടിട്ടുള്ളൂ, അതിനുശേഷം ഏത് ഹോസ്പിറ്റലിലാണ് വന്നത്, ഏത് ട്രസ്റ്റാ, റീഇംബേഴ്സ്മെൻ്റ് ഒക്കെ കിട്ടിയായിരുന്നു, അതായത് നമുക്ക് അവരുടെ തന്നെ ചിലവിലാണല്ലോ നമ്മൾ വരുന്നത്, അപ്പോൾ ആ റീഫണ്ട് കിട്ടിയായിരുന്നോ, പിന്നെ ഡ്യൂട്ടി എങ്ങനെയുണ്ട്, അപ്പോൾ അതൊക്കെയാണ് നമ്മൾ വീഡിയോയിൽ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. തുടങ്ങാം. യെസ്. അപ്പം മെയിനായിട്ടും വീഡിയോ ഡിലേ ആയത് പറഞ്ഞാൽ ഞാൻ എല്ലാം അപ് ടു ഡേറ്റ് ആയിട്ട് വീഡിയോ എടുത്ത് വച്ചിരുന്നതാണ്. പക്ഷേ എൻ്റെ വിസ വന്നപ്പോൾ എനിക്കൊരു 16-ൻ്റെ പണി കിട്ടി. എൻ്റെ ട്രാവൽ ഡേറ്റ് 2026 ആയിരുന്നു. മീൻസ് 3 വർഷം കഴിഞ്ഞിട്ട് ട്രാവൽ ചെയ്യാനുള്ള വിസ എനിക്ക് അടിച്ചു കിട്ടി. അപ്പോൾ അപ്പോഴേ ഏജൻസിക്കാരെ വിളിച്ച്, അപ്പോൾ അവർ പറഞ്ഞു വാങ്ങിയ പെട്ടിയൊക്കെ തിരിച്ചു കൊടുത്തോ, എന്താണേലും പോകാൻ പറ്റില്ല. അപ്പോൾ ആകെ ഡിപ്രഷനായി, പിന്നെ എല്ലാം നിർത്തി. അതാ പിന്നെ ഒന്നും ലോങ് വീഡിയോ ഇടാൻ പറ്റാതെ. എന്താണേലും എല്ലാവരുടെയും പ്രാർത്ഥന ഉണ്ട്, അകമഴിഞ്ഞ് പ്രാർത്ഥന ഉണ്ട്, എത്തിപ്പെട്ടിട്ടുണ്ട്. അപ്പം ഓക്കെ, അതുകൊണ്ടാണ് വീഡിയോ ഒക്കെ ഡിലേ ആയേ. അപ്പോൾ ഫസ്റ്റ് നമുക്ക് ഏത് ടോപ്പിക്കിൽ നിന്ന് തുടങ്ങാം? ഒരു വീഡിയോ ചെയ്യാം നമുക്ക്. അതിന് നമുക്ക് വീഡിയോ ചെയ്യാം. ഡേറ്റിന്റെ ഇഷ്യൂ എങ്ങനെയാണ് നമ്മൾ. ഓക്കെ, അപ്പം ഞങ്ങൾക്ക് അപ്പം നമുക്ക് രണ്ട് ഇംഗ്ലീഷ് കുട്ടികൾ, അത് ഇംഗ്ലീഷ് വാക്കാൻ അത് രണ്ട് സാഹിബ് ഞങ്ങൾ ചെറിയുന്നുണ്ടായിരുന്നു. അതെ, നോക്കുന്നുണ്ടായിരുന്നു. ഓക്കെ, അപ്പോൾ ഫസ്റ്റ് നമുക്ക് റീഫണ്ടിൻ്റെ കാര്യം പറയാം. ഞങ്ങൾക്കെന്ന് പറയുമ്പം നമ്മുടെ ഒരു ഇൻ്റർവ്യൂ വരുമ്പോൾ തന്നെ അതിൽ റീലൊക്കേഷൻ പാക്കേജിൽ എന്തൊക്കെയാണ് ഉള്ളതെന്ന് ആദ്യം നോക്കുക. ഞങ്ങൾക്ക് ഉണ്ടായിരുന്നത് CBT ഉണ്ടായിരുന്നു, ഓസ്കി ഉണ്ടായിരുന്നു, പിന്നെ ഫ്ലൈറ്റ് ടിക്കറ്റ്, വിസ, ഇതിൻ്റെ ആയിരുന്നു ഞങ്ങൾക്ക് പറഞ്ഞിട്ടുണ്ടായിരുന്നത്. NMC ഫസ്റ്റ് സ്റ്റേജ്. അപ്പോൾ ഇത് പറഞ്ഞ അതുപോലെ തന്നെ അവർ ഞങ്ങൾക്ക് തന്നായിരുന്നു. അത് എപ്പോഴാണ് കിട്ടുന്നതെന്ന് ചോദിച്ച്, സംഭവം ഞങ്ങളുടെ ബാച്ചിന് അത് 3rd സാലറിയുടെ കൂടെയാണ് കിട്ടിയത്. ഫസ്റ്റ് മന്ത് എന്ന് പറയുമ്പോൾ നമുക്ക് ഓസ്കി ട്രെയിനിങ് ആണ്. അപ്പോൾ നമ്മൾ പഠിക്കാൻ പോവുക, ഓസ്കി പഠിപ്പിക്കും അവർ. ബട്ട് 1 മന്ത് ആകുമ്പോൾ കറക്റ്റ് നമുക്ക് സാലറി അവർ തരും. ഞങ്ങളുടെ ബാച്ചിന് അത് ഫസ്റ്റ് സാലറി കൂടെ തന്നെ ക്രെഡിറ്റ്. ഇവർക്ക് ഫസ്റ്റ് മന്ത് സാലറിയുടെ കൂടെ. ഞാൻ വന്ന് അടുത്ത ബാച്ച് സെക്കൻഡ് ബാച്ചാ മുബി വന്നേ. അപ്പം മുബിക്ക് ഫസ്റ്റ് സാലറിയുടെ കൂടെ തന്നെ അവർ റീഫണ്ട് കിട്ടി. നമുക്ക് 3rd മന്ത് സാലറിയുടെ കൂടെ കിട്ടി. ആ സംഭവം ഞങ്ങൾ ഭയങ്കര ഡീസൻ്റ് ആയതുകൊണ്ട് ഞങ്ങൾ അങ്ങോട്ട് ചോദിച്ചില്ല, റീഫണ്ടിനെ പറ്റിയേ ചോദിച്ചില്ല. കിട്ടാണ്ടായി ഫസ്റ്റ് മന്ത് സെക്കൻഡ് മന്ത് കഴിഞ്ഞപ്പോഴേ ഞങ്ങൾ ഉണ്ടത്, അയ്യോ കിട്ടിയില്ലല്ലോ. അങ്ങനെ ഞങ്ങൾക്ക് 3rd സാലറിയുടെ കൂടെ കിട്ടി. അതും അവർ പറഞ്ഞ എത്ര എമൗണ്ട് ആണോ അവർ പറഞ്ഞത് അതുപോലെ ഫുൾ എമൗണ്ട് അവർ തന്നായിരുന്നു. അപ്പോൾ അതാണ് റീഫണ്ട്. പിന്നെ നമുക്ക് എന്താ പിന്നെ വന്നിട്ട് അത് ഡിപ്പെൻസ് ഓൺ ട്രസ്റ്റ് ആണ്, ഓരോ ട്രസ്റ്റിന്റെയും പോളിസിയാണ്. ചിലപ്പോൾ OETയും കൊടുക്കുന്ന ട്രസ്റ്റുകളുണ്ട്, NMC ഫസ്റ്റ് സ്റ്റേജും സെക്കൻഡ് സ്റ്റേജും ഒക്കെ കൊടുക്കുന്ന ട്രസ്റ്റുകളുണ്ട്. ഞങ്ങളുടെ ട്രസ്റ്റ് ഇത് മാത്രമേ ഞങ്ങൾക്ക് ഇടയ്ക്ക് നാക്കൊക്കെ പഠിച്ചിട്ട് നമ്മൾ സംസാരിക്കുകയാണെങ്കിൽ ബുദ്ധിമുട്ട് കാണില്ല. അപ്പം ഞങ്ങളുടെ ട്രസ്റ്റ് എന്ന് പറയുമ്പോഴത്തേക്ക് ഞങ്ങൾക്ക് ആ ഒരു റീഫണ്ട് എമൗണ്ട് എല്ലാം തന്നിട്ടുണ്ടായിരുന്നു. പിന്നെ രണ്ടാമത് വന്നിട്ട് ചോദിച്ചാൽ എങ്ങനെയാണ് ഇവിടെ പണി എങ്ങനെയുണ്ട്. ഗേൾസ് അടുത്ത വീഡിയോ കാണില്ല ഗേൾസ്. ഓക്കെ, ഇവിടെ പിന്നെ എല്ലായിടത്തും ഇക്വാലിറ്റിയാണ്. പിന്നെ പിള്ളേരെക്കാട്ടി ഇമ്പോർട്ടൻസ് ഇവർ വളർത്തു മൃഗങ്ങൾക്ക് കൊടുക്കും. അതെ, ബസ്സിലും എല്ലായിടത്തും കാണും. ഒരു കടി പ്രതീക്ഷിച്ച ഓട്സ് നടന്നു വരുന്ന പോലെ ഒരു പട്ടി വരുന്നുണ്ട്, ഞാൻ കാണിച്ചു തരാം. ഫ്രണ്ടിൽ നിന്ന് കാണാൻ അടിപൊളിയായിരുന്നു. അപ്പം അടുത്തെന്ന് ചോദിച്ചാൽ എങ്ങനെ വാർഡിലെങ്ങനെ പണിയുണ്ടോ, പട്ടിപ്പണിയാണോ? അപ്പം ഞങ്ങൾ 2 വാർഡിലാണ്, ഞാൻ മെറ്റേണിറ്റി, പുള്ളിക്കാരി ANE. അപ്പം ഞങ്ങൾ 2 പേരും എക്സ്പീരിയൻസ് പറയാം. ഇപ്പം എന്നെ സംബന്ധിച്ചിടത്തോളം
ഞങ്ങള് പറഞ്ഞു നീ പറഞ്ഞു ഒരുപാട് ആൾക്കാർ വരുന്നോണ്ടേ എനിക്ക് മനസ്സിലായി. Yeah, like the night party. You wanted to get shot head ones or not? No, mine's Warriors. Really good. The long hair ones are like ഓക്കെ. അപ്പോൾ എങ്ങനെയാ വാർഡിൽ എങ്ങനെയാ തിരക്കുണ്ടോ, ജോലിയുണ്ടോ, പണിയുണ്ടോ? ഇതെല്ലാം ഒന്നാണല്ലോ. ഒന്നുകൂടെ എടുക്കുവാണേ. പിന്നെ ചോദിച്ചാൽ എങ്ങനെയാ ജോലി, എങ്ങനെയാ ഒത്തിരി ബുദ്ധിമുട്ടാണോ? അപ്പം എൻ്റെ വാർഡിൽ എൻ്റെ എക്സ്പീരിയൻസ് പറയുവാണെങ്കിൽ ഞാൻ മെറ്റേണിറ്റിയിലാണ്, അതായത് ആൻറ്റിനേറ്റിൽ പോസ്റ്റ് നേറ്റൽ. അപ്പോൾ എന്നെ സംബന്ധിച്ച് ഒരു നാട്ടിലൊരു ഗവൺമെൻറ് ഹോസ്പിറ്റലിലൊക്കെ ജോലി ചെയ്തിട്ട് വരുന്നവരാണെങ്കിൽ ഇവിടെ പരമസുഖമാണ്. എൻ്റെ വാർഡിൻ്റെ കാര്യം ഞാൻ പറയുന്നത്, ഇതുപോലൊരു സുഖം വേറെ ഇല്ല. കാരണം എന്താ, നമുക്ക് മാക്സിമം പോയ ഒരു 5 പേഷ്യൻറ്റിനെ കിട്ടും, അതിൽ കൂടുതലൊന്നും ഒന്നുമില്ല. അതും ഞങ്ങൾ മിഡ് വൈഫാണ് മെറ്റേണിറ്റി ഭരിക്കുന്നത്. അപ്പോൾ ഞങ്ങൾ സ്റ്റാഫ് നേഴ്സ് എന്ന് പറയുമ്പോൾ മെഡിസിൻ കൊടുക്കുന്നു, ആൻറ്റിബയോട്ടിക് കൊടുക്കുന്നു, ബ്ലഡ് എടുക്കുന്നു. അമ്മാതിരി നമ്മുടെ ഇമാജിനേഷനിലൊരു നേഴ്സ് ഉണ്ടല്ലോ, മരുന്ന് കൊടുക്കുന്നതാണ് നേഴ്സ്. അപ്പം ആ ഇമാജിനേഷനാണ് ഇവിടെ ശരിക്കും. അപ്പം ഞങ്ങൾക്ക് അതുപോലെ തന്നെ 3 ദിവസമാണ് ഡ്യൂട്ടി വരുന്നത്. 3 ഡ്യൂട്ടി, ഒരാഴ്ചയിൽ 3 ഡ്യൂട്ടി 4 ഓഫ് അങ്ങനെ വരുന്നത്. അതിപ്പം കറക്റ്റ് 3 ഡ്യൂട്ടി 4 ഓഫ് അങ്ങനെ കിട്ടണമെന്നില്ല. ചിലപ്പോൾ നമുക്ക് ഡ്യൂട്ടി ഒന്ന് അഡ്ജസ്റ്റ് ആയിട്ട് ഓഫ് ഒത്തിരി കിട്ടും. ഇപ്പം എനിക്കിപ്പോൾ അങ്ങനെ ഒരു 10 ദിവസത്തെ ഓഫിനാണ് ഞാനിപ്പോൾ ഇരിക്കുന്നത്. അപ്പോൾ എന്നെ സംബന്ധിച്ച് പറയുവാണെങ്കിൽ നാട്ടിൽ വെച്ച് നോക്കിയാൽ എനിക്കിവിടെ പരമസുഖമാണ്. ഞങ്ങളുടെ വാർഡിൽ വലിയ പണിയൊന്നുമില്ല. എങ്ങനെയുണ്ട് ആനി, എങ്ങനെയുണ്ട്? ആക്സിഡന്റ് എമർജൻസി എന്ന് പറഞ്ഞാൽ നല്ല തിരക്കുള്ള ഏരിയയാണ്. പിന്നെ ഓരോ ട്രസ്റ്റും അവിടുത്തെ ഇതും, അതായത് ജനങ്ങളുടെ ഇതും അനുസരിച്ചിട്ടാണ്. കാരണം അത്യാവശ്യം തിരക്കുള്ള പോപ്പുലേഷൻ ഉള്ള ഏരിയ ആണെങ്കിൽ നല്ല തിരക്കാണ്. ഇവിടെ കുറച്ച് കൺട്രി സൈഡാണ്, അപ്പോൾ പോപ്പുലേഷൻ അത്രയില്ല. അതുകൊണ്ട് അതിൻ്റെതായ ഒരു ചെറിയ തിരക്കുറവുണ്ട്. എങ്കിൽ പോലും നല്ല തിരക്കുണ്ട്. ആക്സിഡന്റ് എമർജൻസിയിൽ നമുക്ക് ഒരാൾക്ക് 5 ബെഡ്സ് ആണ് കിട്ടുന്നത്. അപ്പോൾ ആ വരുന്ന പേഷ്യൻസിന് നമ്മുടെ നാട്ടിലെ കൂട്ട് വന്നു പോകുന്നു അങ്ങനെയല്ല. കൂടുതലും വരുന്ന പേഷ്യൻസ് മോസ്റ്റ്ലി അഡ്മിഷൻ ആയിരിക്കും. അപ്പോൾ പിന്നെ കുറേ നേരം ഉണ്ടാവും പേഷ്യൻസ്. അതുകൊണ്ട് കമ്പയർ ചെയ്ത് നോക്കുമ്പം ഇവിടെ തിരക്ക് കുറവാണ്. നാട്ടിൽ കമ്പയർ ചെയ്ത്, ഞാൻ നാട്ടിലും സൗദിയിലും വർക്ക് ചെയ്തിട്ടുണ്ട്, അതൊക്കെ കമ്പയർ ചെയ്ത് നോക്കുമ്പോൾ ഇവിടെ നല്ല തിരക്ക് കുറവാണ്. അത് നോക്കുമ്പോൾ സുഖമാണ്. കാരണം നമുക്ക് ഒരു വർക്ക് ലൈഫ് ബാലൻസ് കിട്ടും. ഓഫിൻ്റെ കാര്യങ്ങളാണെങ്കിലും ഇൻ കേസ് നമുക്ക് ഒരു ഡ്യൂട്ടിക്ക് ഇടയ്ക്ക് നമുക്ക് ഭയങ്കര സ്ട്രെസ്ഫുൾ ആണെന്ന് തോന്നുവാണെങ്കിൽ ഞാൻ സ്ട്രെസ്ഡ് ഔട്ട് ആണ്, എനിക്കിപ്പോൾ പറ്റില്ല എന്ന് പറഞ്ഞാൽ ആ മൊമെൻറ്റിൽ നമുക്ക് വേറൊരു ക്വസ്റ്റ്യനും ഇല്ല, നമ്മൾ വീട്ടിൽ പോവാം അപ്പം തന്നെ. അതൊക്കെ നല്ലൊരിതാണ്. ജോലി വൈസ് ആണെങ്കിലും നാട്ടിലെയും ഒക്കെ വെച്ച് നോക്കുമ്പം അത്യാവശ്യം നല്ല ഇതാണ് എനിക്ക് തോന്നുന്നത് കേട്ടോ, ഞങ്ങളുടെ ട്രസ്റ്റിന് തോന്നിയത്. പിന്നെ ഓരോ ട്രസ്റ്റിലും വ്യത്യാസം വരാം. ഞങ്ങളുടെ ട്രസ്റ്റിൻ്റെ കാര്യമാണ് ഞങ്ങൾ പറഞ്ഞത്. അപ്പം അതാണ് ലൈക്ക് നമ്മുടെ നാട്ടിൽ ഒത്തിരി പണിയെടുത്തിട്ട് വരുമ്പോൾ നാട്ടിലൊരു സിസ്റ്റമേ അല്ല. ഇവർ നമ്മുടെ മെൻ്റൽ ഹെൽത്തിന് കുറച്ചും കൂടി ഇമ്പോർട്ടൻസ് തരും. അപ്പം അങ്ങനെ നോക്കുമ്പം ഒത്തിരി നല്ലതാണ്. പിന്നെ ചോദിച്ചിട്ടുണ്ടായിരുന്ന ക്വസ്റ്റ്യൻ, ഞാൻ സത്യത്തിൽ ഏത് ഹോസ്പിറ്റലാണ് പോയത്. അപ്പം ഞാൻ മുന്നത്തെ വീഡിയോയിൽ പറഞ്ഞിട്ടുണ്ടായിരുന്നു എനിക്ക് യൂണിവേഴ്സിറ്റി ഹോസ്പിറ്റൽ സസെക്സിൻ്റെ ഇൻ്റർവ്യൂ കഴിഞ്ഞിട്ട് ഞാൻ ഇരിക്കുവാണെന്ന്. ഇൻ്റർവ്യൂ കഴിഞ്ഞ് ഇരുന്നിരുന്ന് COS ഒന്നും വരാണ്ട് വന്നപ്പോൾ ഞാനത് ഡ്രോപ്പ് ചെയ്തു. അപ്പോൾ പെട്ടെന്ന് ഇരിക്കവെയാണ് എനിക്ക് ഈ ഡാർലിംഗ്ടൺ CDDFT, അതായത് ഞാനിപ്പോൾ വർക്ക് ചെയ്യുന്ന ഹോസ്പിറ്റലിൻ്റെ ട്രസ്റ്റ്, അതിൻ്റെ ഇൻ്റർവ്യൂ വരുന്നത്. ഇൻ്റർവ്യൂ അറ്റൻഡ് ചെയ്തു, കിട്ടി. വിത്തിൻ 24 hours എനിക്ക് COS വന്നു. 1 monthനകത്ത് ട്രാവൽ ചെയ്യാൻ പറ്റി. അപ്പോൾ ഇപ്പം ഞാൻ സസെക്സ് കംപ്ലീറ്റ് വിട്ടു. ഇപ്പം ഞാൻ ഡാർലിംഗ്ടൺ ഹോസ്പിറ്റലിലാണ് വർക്ക് ചെയ്യുന്നത്. അതെ, കൺട്രി സൈഡാണ്. പക്ഷേ എന്നാൽ നമുക്ക് എല്ലാം കിട്ടുന്നുണ്ട്. അതെ. ഇപ്പം ഈവൻ ഒത്തിരി സിറ്റിയിലോട്ട് നമ്മൾ പോവുകയാണെങ്കിൽ നമുക്ക് എന്താ ലിവിങ് കോസ്റ്റ് ഒക്കെ കൂടുതലായിരിക്കും. പക്ഷെ ഇവിടെ എന്ന് പറയുമ്പോൾ നമുക്ക് അത്യാവശ്യം വേണ്ട സാധനങ്ങളെല്ലാം ഉണ്ട്. എന്നാൽ നമുക്കെന്താ നമ്മുടെ സാലറിയും നമ്മുടെ ലൈഫ് എക്സ്പെൻസും ആയിട്ട് നമുക്കൊന്ന് മീറ്റ് ചെയ്യാൻ പറ്റുന്നുണ്ട്. അപ്പോൾ അത്രയേ ഉള്ളൂ ഇന്നത്തെ വീഡിയോ. എന്താ ഇനി എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ കമൻറ്റ് ചെയ്യുക. ഇപ്പോഴത്തെ അപ്ഡേറ്റ്. അപ്പോൾ ഈ പറഞ്ഞാൽ എന്തെങ്കിലും ഒക്കെ ഡൗട്ട് ഉണ്ടോ അല്ലെങ്കിൽ എന്തെങ്കിലും എക്സ്പ്ലെയിൻ ചെയ്യണമെന്നുണ്ടെങ്കിൽ ചോദിക്കുക, കമൻറ്റ് ചെയ്യുക. അപ്പോൾ അത്രയേ ഉള്ളൂ. ഞങ്ങളൊരു അടിപൊളി സ്ഥലത്താണ് ഇരിക്കുന്നത്. ഇതിൽ കൂടെ ഒത്തിരി പേരിങ്ങനെ പെറ്റ്സുമായിട്ടൊക്കെ പോകുന്നുണ്ട്. അതുകൊണ്ട് ഇടയ്ക്കൊന്നും നിൽക്കുന്നത്. പുള്ളിക്കാരി ഭയങ്കര പേടിയാണേ. ഓക്കെ, അപ്പോൾ ഇത്രയേ ഉള്ളൂ ഇന്നത്തെ വീഡിയോ. അപ്പോൾ അടുത്ത വീഡിയോയിൽ കാണുന്നതായിരിക്കും. ബൈ.